ഹായ് ഹലോ, ഇന്ന് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഡൂസ് ഓഫ് ഡയറിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ മലയാളം മീനിങ് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ഫൈൻഡ് സം ഫേമസ് കോട്ട്സ് അബൌട്ട് ബ്രേവറി ആൻഡ് കറേജ്. Write them below. You can search online or refer to books. അല്ലേ, കറേജിനെ കുറിച്ചോ അല്ലെങ്കിൽ ബ്രേവറിനെ കുറിച്ചോ കുറച്ച് കോട്ട്സ് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഓൺലൈനിലോ അല്ലെങ്കിൽ ബുക്കൊക്കെ റെഫർ ചെയ്തിട്ട് എഴുതാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കറേജ് ഈസ് നോയിങ് വാട്ട് നോട്ട് ടു ഫിയർ. ആരാ പറഞ്ഞത്? പ്ലാറ്റോ ആണ്. ഡു ദ തിങ് യു തിങ്ക് യു കനോട്ട് ഡു. Eleanor Roosevelt. It takes courage to go up and become who you really are. Cummings ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് സെർച്ച് ചെയ്താൽ കിട്ടും. അടുത്ത രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ്, ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം. അല്ലേ, ആൻഡ് ഓൾ ദ ബാർസ് അറ്റ് വിച്ച് വി ഫ്രെറ്റ് ദാറ്റ് സീം ടു പ്രിസൺ ആൻഡ് കൺട്രോൾ ആർ ബട്ട് ദ ഡോസ് ഓഫ് ഡയറിങ് സെറ്റ് അജാർ ബിഫോർ ദ സോൾ. അല്ല, ഐഡൻറ്റിഫൈ ദ റൈമിങ് വേർഡ്സ്. കണ്ടില്ലേ, അവിടെ ഞാൻ കൺട്രോൾ, സോൾ, ഡോസ്, ബാസ്, ഫ്രെറ്റ്, സെറ്റ് ഇതൊക്കെ റൈമിങ് വേർഡ്സ് ആണ് അല്ലേ. ഇനി അവിടെ അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ് ദാറ്റ് അലിട്രേറ്റ് ഇൻ ദ ലൈൻ ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അതായത് റെസ്റ്റ്ലെസ് ഡീപ്പ് ഡിവൈഡിങ് സീ, ദ ഫ്ലോസ് ആൻഡ് ഫോംസ് ഫ്രം ഷോർ ടു ഷോർ, calls to its sunburnt surely, push out, set sail, explore. ഏതാണ്? ഫ്ലോസ് ആൻഡ് ഫോംസ് ആണ് അൾട്രേഷൻസ് വരുന്ന ലൈന് വരുന്നത്. ബിക്കോസ് എന്താണ് കാരണം? ബിക്കോസ് ബോത്ത് വേർഡ്സ് സ്റ്റാർട്ട്സ് വിത്ത് എഫ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് ലൈൻസ്. ദ മൗണ്ടെയ്ൻസ് ദാറ്റ് എൻഫോൾഡ് ദ വെയിൽ വിത്ത് വാൾസ് ഓഫ് ഗ്രാനൈറ്റ് സ്റ്റീപ്ഡ് ആൻഡ് ഹൈ ഇൻവൈറ്റ് ദ ഫിയർലെസ് ഫുഡ് ടു സ്കെയിൽ their stairway towards the sky. അല്ലേ, പോയത്തുനിന്ന് എടുത്ത ലൈൻസ് ആണ്. വി ഗെറ്റ് എ വിഷ്വൽ ഇമേജ് ഓഫ് എ മൗണ്ടെയ്ൻസ്. ഈ വരികൾ വായിക്കുമ്പോൾ നമുക്ക് മൗണ്ടെയ്ൻസിൻ്റെ ഒരു വിഷ്വൽ ഇമേജ് നമ്മളെ മനസ്സിൽ തെളിയുന്നുണ്ട്. ദേ ടെൽ us ഹൗ ദ മൗണ്ടെയ്ൻസ് ലുക്ക്. ആ ഒരു വിഷ്വൽ ഇമേജ് എങ്ങനെയാണ് ആ മൗണ്ടെയ്ൻസ് കാണാൻ എന്നുള്ളത് എന്ന് നമ്മളോട് പറയുന്നുണ്ട്. എ വിഷ്വൽ ഇമേജ് ഇൻ എ പോയം ഈസ് എ വിവിഡ് പിക്ചർ ഓഫ് വേർഡ്സ്. വിഷ്വൽ ഇമേജ് എന്ന് പറഞ്ഞത് ഒരുപാട് വേർഡ്സിൻ്റെ പിക്ചേഴ്സാണ്. വിഷ്വൽ ഇമേജ് മേക്ക് എ പോയം ബ്യൂട്ടിഫുൾ ആൻഡ് പവർഫുൾ. ഈ വിഷ്വൽ ഇമേജ് പോയത്തിനെ എന്താണ് കൂടുതൽ മനോഹരമാക്കുകയും പവർഫുൾ ആക്കുകയും ചെയ്യും. അല്ലേ, കവിതകൾ വായിക്കുമ്പോൾ അതിൻ്റെ വിഷ്വൽ ഇമേജ് ആ വായിക്കുന്ന വരികളിലൂടെ നമ്മളെ മനസ്സിൽ തെളിയാറുണ്ട്. അതിനെയാണ് വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത്. ആ വിഷ്വൽ ഇമേജ് പോയത്തിൻ്റെ ഒരുപാട് തരത്തിലുള്ള പിക്ചേഴ്സ്, വേർഡ്സ് നമുക്ക് നൽകും. ഈ വിഷ്വൽ ഇമേജ് എന്ത് ചെയ്യും? ആ പോയത്തിനെ മനോഹരമാക്കുകയും ആ പോയത്തിൻ്റെ ഒരു പവർഫുള്ള് മനസ്സിലാക്കാനും സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി എന്താണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്? ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്കൊരു ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത്. അതെന്താണെന്ന് നോക്കാം. അല്ല, എന്താണ്? ഫൈൻഡ് ഔട്ട് ദ വിഷ്വൽ ഇമേജസ് ഇൻ ദ ഫോളോയിങ് ലൈൻസ് ആൻഡ് ഡിസ്ക്രൈബ് ദം. റെസ്റ്റ്ലെസ് ഡീപ്പ് ഡിവൈഡിങ് സീ ദാറ്റ് ഫ്ലോസ് ആൻഡ് ഫോംസ് ഫ്രം ഷോർ ടു ഷോർ, കോൾസ് ടു ഇറ്റ്സ് സൺബേൺസ് ചാർലി, പുഷ് ഔട്ട്, സെറ്റ് സെയിൽ, എക്സ്പ്ലോർ. അപ്പോൾ ഇതിൻ്റെ വിഷ്വൽ ഇമേജ് തീം ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ ദ ലൈൻസ്, ദ റെസ്റ്റ്ലെസ് ഡീപ്പ് ഡിവൈഡിങ് ദ സീ, ദ വിഷ്വൽ ഇമേജ് ഓഫ് ലാർജ് പവർഫുൾ സീ ദാറ്റ് ഈസ് ഓൾവേസ് മൂവിങ് ആൻഡ് ക്രിയേറ്റിംഗ് വേവ്സ്. അല്ല, ഒരു വലിയൊരു കടലിൻ്റെ ഒരു വിഷ്വൽ ഇമേജ്, അല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു കടലിൻ്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. The words restless and dividing help us imagine in the sea. ആ വേർഡ് റെസ്റ്റ്ലെസ് എന്ന് പറയുന്നതും ഡിവൈഡിങ് എന്ന് പറയുന്നതും ആ ഇമേജ്, കടലിൻ്റെ ഇമേജിനെ മനസ്സിലാക്കാൻ സഹായിക്കും. ആസ് ബിഗ് ആൻഡ് ഫുൾ ഓഫ് എനർജി, കൺസ്റ്റൻ്റ്ലി മൂവിങ് ആൻഡ് സെപ്പറേറ്റിംഗ്, സ്ട്രെച്ചിങ് ഫ്രം വൺ ഷോർ ടു അതർ. അല്ലേ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് മുഴുവൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്.